അത് ദൈവത്തിന്റെ നീതിയുടെ ഭാഗമായിട്ടാണ്. കാരണം ഇവിടെയുള്ള എല്ലാ മനുഷ്യരെയും ദൈവം ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെടാത്തവരായി ഏതെങ്കിലും മനുഷ്യൻ ഭൂമിയിലുണ്ടോ? മനുഷ്യന്റെ മസിൽ പവർ കൊണ്ടോ അവന്റെ കഴിവുകൊണ്ടോ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ല. ദൈവത്തിന്റെ കൃപയാണ്. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. ഉദരഫലം ഒരു സമ്മാനമാണ്. ദൈവത്തിന്റെ കൃപയാലാണ് ഏതൊരു മനുഷ്യനും ഭൂമിയിൽ പിറക്കുന്നത്. അപ്പോൾ ആ പിറക്കപ്പെട്ട എല്ലാ മനുഷ്യരെയും ദൈവം ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. ദൈവത്തിന്റെ നീതിയാണ് ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നത് ദൈവത്തിന്റെ നീതിയായിരിക്കെ ഈ പരസ്യവേദിയിലെ സുവിശേഷ പ്രഘോഷണം ദൈവത്തിന്റെ നീതിയുടെ ഭാഗമായിട്ടാണ്. ഇവിടെയുള്ള മുഹമ്മദിനെ ദൈവം സ്നേഹിക്കുന്നു. അവന്റെ ആത്മാവ് നശിക്കരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇവിടെയുള്ള വേലായുധനെ ദൈവം സ്നേഹിക്കുന്നു. വേലായുധന്റെ ആത്മാവ് നശിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരുവൻ പോലും നശിച്ചു പോകരുതെന്ന് ദൈവത്തിന്റെ നീതിയാണ്. അപ്പോൾ മനുഷ്യന് ഈ ദൈവത്തിന്റെ നീതിയായ നിത്യജീവൻ പ്രാപിക്കാൻ ഒരു മനുഷ്യന് തടസ്സമായത് എന്താണ്? ഒരു മനുഷ്യനിൽ തടസ്സമായി കുടികൊള്ളുന്നത് എന്താണ്? അവന്റെ പാപമാണ്. ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തോട് നിത്യജീവൻ പ്രാപിക്കാൻ ആവാത്ത വിധം മനുഷ്യനെ തടസ്സപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട മനുഷ്യന്റെ തടസ്സ ഘടകമേതാണ്? അവന്റെ പാപമാണ്. എന്താണ് വചനത്തിൽ പറയുന്നത്? റോമർ 3:10 ഒരുവൻ പോലും നീതിമാനായി ആരുമില്ല. നമ്മളൊരു പക്ഷെ സൽപ്രവൃത്തി ചെയ്തു കാണും, ആർക്കെങ്കിലും സേവനം ചെയ്തു കാണും, ആരുടെയെങ്കിലും പോയി സഹായിച്ചു കാണും. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇത് മതിയല്ലോ രക്ഷ പ്രാപിക്കാൻ. നീതിമാനായി ഒരുവനുമില്ല. എല്ലാവരും ഒരു നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. റോമർ 3:23 അത് അടിപറയിട്ടു പ്രഖ്യാപിക്കുന്നു. എല്ലാവരും പാപം ചെയ്തു ദൈവമഹത്വത്തിന് അയോഗ്യനായി തീർന്നു. ദൈവമഹത്വത്തിന് അയോഗ്യനായി തീരാൻ തക്കവിധം പാപികളായി തീർന്നു എല്ലാ മനുഷ്യരും. ദാവീദ് എന്താണ് പറയുന്നത്? ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ പാപി. അതെങ്ങനെയാണ്? അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് എന്ത് പാപം ചെയ്തിട്ടാ മനുഷ്യൻ? പിറന്നപ്പോഴേ ഞാൻ പാപിയാണ് എന്ന് ദാവീദ് പറയുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ പാപി. അതേതാ പാപം? ആ പാപമാണ് ജന്മപാപം. 7 മൂലപാപം മനുഷ്യന്റെ ഉള്ളിൽ നിക്ഷേപിച്ചു നൽകിയ, മനുഷ്യന്റെ നശീകരണത്തിന് ആഗ്രഹിക്കുന്ന പിശാചായ ലൂസിഫർ മനുഷ്യന്റെ ഉള്ളിൽ ആദിമാതാപിതാക്കൾ വഴി വെച്ചു നൽകിയ പാപമാണ് 7 മൂലപാപങ്ങൾ. അതോടെ ആ പിറക്കുന്ന എല്ലാ മനുഷ്യരും ഭൂമിയിലേക്ക്